ചിന്തയ്ക്ക് പറയുന്നതൊക്കെ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജിമിക്ക് കമ്മൽ തൊട്ട് PhD പ്രബന്ധം തൊട്ട് അങ്ങ് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചാൽ അതൊക്കെ എടുത്തിട്ട് വൈറൽ കട്ടുകളാവുക, പിന്നീട് അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ? എന്താണ് ചിന്തയ്ക്കൊന്ന് പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പിന്നീട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടിയും നിലപാടിൽ ഉറച്ചു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പുതിയ കാലം എന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലമാണല്ലോ. സ്മൃതി തന്നെ നിരവധി വേദികളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ അമേരിക്കൻ ഇലക്ഷൻ നടന്ന ഘട്ടത്തിലാണ് ഈ വാക്ക് കേരളം അല്ലെങ്കിൽ ലോകം ആകെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതെ, എല്ലാവർക്കും എതിരെ. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും നമ്മൾ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കുക, അതിലെന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതിന് മറ്റൊരർത്ഥം നൽകിക്കൊണ്ട് അത് പ്രചരിപ്പിക്കുക. അടുത്തിടയ്ക്ക് തന്നെ ശൈല ടീച്ചറിൻ്റെ ഒരു കോവിഡ് കാലത്ത് കൊടുത്ത ഒരു വളരെ നല്ല ഇംഗ്ലീഷിലെ ഒരു ബൈറ്റിനെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് അത് സ്ലോ ആക്കി ടീച്ചർ ഇംഗ്ലീഷ് പറയുമ്പോൾ ബുദ്ധിമുട്ടുന്നു, തപ്പുന്നു. ടീച്ചർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ്, ടീച്ചറെ പറ്റി നമുക്കറിയാം. പക്ഷേ അത് ആ രൂപത്തിൽ അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അപ്പം ശൈല ടീച്ചറിനെ പോലെ നമ്മളെ ഒരു പ്രതിസന്ധി കാലത്ത് ചേർത്ത് നിർത്തി കേരളം ആകെ ടീച്ചറമ്മയെന്ന് വിളിച്ചൊരു വ്യക്തിയെപ്പോലും പച്ചക്കള്ളമാണ്, നുണയാണ്. കാരണം ടീച്ചർ മനോഹരമായി സംസാരിച്ചതാണ്. അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലോ ആക്കി ഇത് ആദ്യമായി കാണുന്ന ഒരാൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ജോസഫ് അന്നക്കുട്ടി ജോസ് ഒരിക്കലൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വീഡിയോ കണ്ടിട്ട് പറയുകയാണ്, റഹീം വെള്ളം ഒടിച്ചിട്ട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അന്നക്കുട്ടി ജോസ് അച്ഛൻ്റെ ഓട് പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് റൂമിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോൾ രാവിലെ കുളിച്ച് വീട്ടിന് മുമ്പിലിരുന്ന് അച്ഛൻ സംസാരിക്കുന്നത് കുറച്ച് നാവ് കുഴഞ്ഞാണ്. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, അയ്യോ ഇത് എന്താ പറ്റിയോ? പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ കാലം, നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല ഇവർ. പക്ഷേ ചിന്ത പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജിമിക്കി കമ്മൽ സംബന്ധിച്ചൊക്കെ ഒരു പാട്ടല്ലേ, ആ പാട്ടിന് ഇങ്ങനെയൊക്കെ എത്ര രൂപത്തിലൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അത് യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് സംസാരിക്കാൻ തന്ന വിഷയം മാറുന്ന യൗവനം എന്നതായിരുന്നു. അപ്പോൾ അതിൽ പുതിയ കാലത്ത് വന്നിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഹിറ്റാകുന്നത് ഇത്തരത്തിലുള്ള ഗാനങ്ങളാണ് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലിയാണല്ലോ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സംസാര ശൈലി വേറൊരു രീതിയിലാണ്. അത് ആ ഇരിക്കുന്ന ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതേപോലെ റെക്കോർഡ് ചെയ്ത് അത് ചെറിയ ബൈറ്റുകളൊക്കെ ആക്കി വിടുമ്പോൾ അത് ചിലപ്പോൾ ഒരു നാടകീയമായിട്ടൊക്കെ തോന്നുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പാർട്ടിയിൽ ഇങ്ങനെ വിവാദമൊക്കെ ആകുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ചിന്ത കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതോ കുഴപ്പമില്ല ചിന്തയ്ക്ക് പിന്തുണ എന്ന രൂപത്തിലാണോ, എങ്ങനെയാണ്? എനിക്ക് നേരെ എന്തുമാത്രം വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം എൻ്റെ പാർട്ടിയാണ് എന്നെ എപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ളത്. ആ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നത്. ബിന്ദു, ഇപ്പം കോൺഗ്രസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാവും, പക്ഷേ കോൺഗ്രസിൽ കുറച്ചുകൂടി വനിതാ നേതാക്കൾ തഴയപ്പെടുന്ന ഒരു സാഹചര്യം കൂടുതലായിട്ടുണ്ടോ? കാരണം ഷാനിമോൾ ഉസ്മാൻ ആയാലും പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ അന്ന് ശരിക്കും പറഞ്ഞാൽ ജയിക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു. അതിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലേ ബിന്ദുവും ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയായേനെ അല്ലേ? അപ്പോൾ എവിടെയൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അത് പാർട്ടി വേണ്ട രീതിയിൽ പിന്തുണച്ചിരുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ജയിക്കുകയായിരുന്നോ? അല്ല, അങ്ങനെ പാർട്ടി ബോധപൂർവ്വം നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ ഇന്ന് വരെ നിന്നിട്ടില്ല, ഒരിക്കലും നിൽക്കുകയുമില്ല. പാർട്ടി തന്ന അവസരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് കേരള സമൂഹം ഞങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട്. പിന്നെ തെരഞ്ഞെടുപ്പിന് ജയിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജയിക്കാനുള്ള സമയം ഈശ്വരൻ അനുവദിക്കുമ്പോൾ ഉണ്ടാകും. പ്രയത്നം ഞാൻ വ്യക്തി എന്ന നിലയിലും പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പ്രസ്ഥാനവും നടത്തുന്നുണ്ട്.